നമസ്കാരം. ഇന്ന് തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണ്. വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കനത്ത മഴയത്തും ചൂടോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നു. ആരൊക്കെ മത്സരരംഗത്ത് എന്ന് ഇന്നറിയാം. പതിവ് പോലെ സ്വർണ്ണക്കൊളയും അതിനൊപ്പം ദേശീയ അന്തർദേശീയ വാർത്തകളും ഇനിയുള്ള മണിക്കൂറുകളിൽ വാർത്തകളിൽ ഇടം പിടിക്കും. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ചിത്രം ഇന്നറിയാം. പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിനം ഇന്ന്. വൈകിട്ട് 3 മണിവരെ സമയം. വിമതരെ പിൻവലിക്കുവാനുള്ള അവസാനവട്ട ശ്രമങ്ങളുമായി മുന്നണികൾ. പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച മുതൽ. UDF പ്രകടന പത്രിക ഇന്ന്. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. തമിഴ്നാട്ടിൽ കനത്ത മഴ. തെങ്കാശി, തിരുനെൽവേലി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾ പരിശോധിക്കും. മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വാദം തുടരും. ഇന്ത്യയുടെ 53ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ഭവനിൽ ചടങ്ങുകൾ രാവിലെ 10 മണിക്ക്. ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തേക്കും. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യയോട് രേഖാമൂലം ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ്. വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചത് ബംഗ്ലാദേശ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതിന് പിന്നാലെ. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്ക് ഇന്ന് നിർണായകം. ദക്ഷിണാഫ്രിക്കയുടെ 489 റൺസ് പിന്തുടരുന്ന ഇന്ത്യ വിക്കറ്റ് നഷ്ടമാകാതെ 9 റൺസ് എന്ന നിലയിൽ. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് മഴ ശക്തമാകുകയാണ്. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആതിര ചേരുന്നുണ്ട്. ആതിര, ശക്തമായ ഒരു മഴയാണല്ലോ കഴിഞ്ഞ 2-3 ദിവസമായി, പ്രത്യേകിച്ച് ഈ തെക്കൻ കേരളത്തിലെല്ലാം. എന്താണ് പുതിയ മുന്നറിയിപ്പ്? എന്താണ് ജാഗ്രതാ നിർദ്ദേശവും? രാജേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. അടുത്തൊരു 3-4 ദിവസത്തേക്ക് കൂടി ഇത്തരത്തിൽ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്നലെ 2 ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. ഇന്ന് നിലവിൽ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ 2 ജില്ലകളിൽ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ഏതായാലും 26-ാം തീയതി വരെ ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ശക്തമായ മഴ കണക്കിലെടുത്തുകൊണ്ട് ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ആവശ്യമെങ്കിൽ അധികൃതർ പറയുന്നതിനനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും, ഈ നദിയുടെ തീരങ്ങളിലൊക്കെ താമസിക്കുന്നവർ ഒരുപക്ഷെ ഈ നദിയുടെ വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മാറി താമസിക്കാനൊക്കെ തയ്യാറാകണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള ഒരു സാധ്യതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ ഏകദേശം 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയും അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കേരള, ലക്ഷദ്വീപ് തീരത്ത് 25-ാം തീയതി വരെ, അതായത് നാളെ വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ തീരങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ശക്തമായ മഴ തുടരുകയാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്ത് മഴയുടെ ഒരു തീവ്രത കുറച്ചുകൂടെ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. നിലവിൽ ഏതായാലും 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. അടുത്ത 2 ദിവസം കൂടി ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരും. ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്. തെക്കൻ തമിഴ്നാട്ടിലും കനത്ത മഴ തുടരുന്നു. തെങ്കാശി, തിരുനെൽവേലി, തൂത്തുക്കുടി, കന്യാകുമാരി ജില്ലകളിൽ 24 മണിക്കൂർ കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ തെങ്കാശി, തിരുനെൽവേലി ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഇന്ന് SIT അപേക്ഷ നൽകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകളിൽ വിശദമായ പരിശോധനയ്ക്കാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. താൻ പ്രസിഡന്റാകുന്നതിന് മുമ്പ് തന്നെ പോറ്റി ശബരിമലയിൽ ശക്തനായിരുന്നു എന്നും തന്ത്രി അടക്കമുള്ളവരുമായി നല്ല ബന്ധമാണെന്നും പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. നിലവിൽ റിമാൻഡിലുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൻ്റെ ജാമ്യ ഹർജിയിലും ഇന്ന് വാദമുണ്ടാകും. രാവിലെ തന്നെ ഒരു ദാരുണമായ ഒരു വാർത്തയിലേക്കാണ്. കൊല്ലം കരിക്കോട് ഭാര്യയെ ഭർത്താവ് ഗ്യാസ് ഊറ്റിക്കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. കരിക്കോട് അപ്പോളോ നഗർ സ്വദേശി കവിതയാണ് മരിച്ചത്. പ്രതിയായ മധുസൂദൻ പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. കൊലപാതക കാരണം വ്യക്തമല്ല. ഇതിൻ്റെ വിശദമായ വിവരങ്ങളുമായി സുധീഷ് കൊല്ലത്ത് നിന്നും ചേരുന്നുണ്ട്. സുധീഷ്, എന്തൊക്കെയാണ് നമുക്ക് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് തന്നെ ഈ രാവിലെ നമുക്ക് പറയേണ്ടി വരും. കാരണം പത്രമെടുത്താലും അല്ലെങ്കിൽ വാർത്ത കണ്ടാലും ചാനലിൽ വാർത്ത കണ്ടാലും ഈ ഒരു വാർത്ത ഇത്തരം കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളും കാണാതെ അല്ലെങ്കിൽ കേൾക്കാതെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം. എന്തായിരുന്നു സംഭവിച്ചത്? പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? തീർച്ചയായും രാജേഷ്, അങ്ങനെ തന്നെ വേണം കരുതാൻ. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ അത് എന്ത് കാരണങ്ങൾ കൊണ്ട് തന്നെ ആയാലും സംഭവിച്ചുകൂടായിക കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് ഇദ്ദേഹം, അതായത് ഈ കൊല്ലപ്പെട്ട കവിതയുടെ ഭർത്താവ് മധുസൂദൻ പിള്ള മദ്യപാനിയും തികഞ്ഞ ഈ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസവും രാത്രി ഇതുപോലെ വീട്ടിൽ ചില കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലി തർക്കമുണ്ടാകുന്നു. ഈ തർക്കത്തിനൊടുവിൽ ഇദ്ദേഹം ഈ വീട്ടിലുണ്ടായിരുന്ന ഗ്യാസ് കുറ്റി, അത് ഒഴിഞ്ഞ കാലി ഗ്യാസ് കുറ്റിയായിരുന്നു, അത് ഉപയോഗിച്ച് തലക്കടിക്കുകയാണ് ചെയ്തത്. വളരെ ദാരുണമായ സംഭവം. അപ്പോൾ തന്നെ ഈ ഒപ്പമുണ്ടായിരുന്ന മകൾ ഈ സംഭവ സമയം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. നാട്ടുകാരെ വിവരം അറിയിച്ചു. നാട്ടുകാർ ഓടിക്കൂടുകയും തുടർന്ന് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയുമാണ് ചെയ്തത്. മധുസൂദൻ പിള്ള ഇപ്പോൾ കരിക്കോട് പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇവർക്ക് ഒരു മകനുണ്ട്. മകൻ വിദേശത്താണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ തന്നെ അതിന്റെ ഒരു ഞെട്ടലിലാണ്. കാര്യങ്ങൾ ഈ വിവരം പുറത്തേക്ക് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പ്രദേശവാസികൾക്കൊക്കെ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. ഇയാൾക്ക് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇദ്ദേഹം നിരന്തരം മദ്യപാനി ആയതുകൊണ്ട് തന്നെ ഈ ജോലി നഷ്ടപ്പെട്ട് കുറച്ചു നാളായി ഏറെ ഒരു ബുദ്ധിമുട്ടിലൊക്കെ തന്നെയായിരുന്നു കുടുംബം കഴിഞ്ഞു വന്നിരുന്നത്. ഇതിനെ ചൊല്ലി, ഇദ്ദേഹത്തിന്റെ മദ്യപാനത്തെ ചൊല്ലിയായിരുന്നു വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രതി ഇപ്പോൾ കരിക്കോട് പോലീസ് കസ്റ്റഡിയിലാണ്. സുധീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ആത്മഹത്യയും കൊലപാതകങ്ങളും ഒന്നിനും പരിഹാരമല്ല എന്ന് തന്നെ ഓർമ്മിപ്പിക്കട്ടെ. മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യയുടെ 53ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് സ്ഥാനം ഏറ്റെടുക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രധാനമന്ത്രി ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. ഹരിയാനയിലെ ഹിസാർ സ്വദേശിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. 2027 ഫെബ്രുവരി 9 വരെയുള്ള 15 മാസം ജസ്റ്റിസ് സൂര്യകാന്തിന് പദവിയിൽ തുടരാനാകും. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഒഴിവാക്കിയ ബെഞ്ചിൽ അംഗമായിരുന്നു അദ്ദേഹം. കേരളത്തിലെ SIR കേസ് ഉൾപ്പെടെ ഇനി പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ചാണ്. ബെയ്റൂട്ടിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രയേൽ. ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവിനെ ഇസ്രയേൽ വധിച്ചു. ഹൈക്കമലി തബാത്ബി ആണ് കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ സംഘടനാ ബലം ശക്തിപ്പെടുത്താനും ആയുധശേഖരം മെച്ചപ്പെടുത്താനും ചുമതലയുള്ള ആളാണ് തബാത്ബി. ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. US-ന്റെ മധ്യസ്ഥതയിൽ 1 വർഷം മുമ്പ് ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ നിലനിൽക്കുകയാണ് ലബനൻ തലസ്ഥാനത്ത് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത്. ജനസാന്ദ്രതയേറിയ പ്രദേശത്താണ് ആക്രമണം ഉണ്ടായത്. ആക്രമണം വൻ നാശനഷ്ടത്തിന് കാരണമായിട്ടുണ്ടെന്ന് ലബനൻ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കേസിൽ പ്രതിയായ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് അരവിന്ദ് കുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഡൽഹി പോലീസിന്റെ വാദമാണ് ഇന്ന് പ്രധാനമായി നടക്കുക. കലാപം ഉണ്ടാക്കാൻ ഭീകര ഫണ്ടിംഗ് നടന്നെന്നും പ്രതികൾക്ക് പണം ലഭിച്ചെന്നും കേന്ദ്രം ആരോപിച്ചിരുന്നു. രാജ്യത്തെ വിഭജിക്കണമെന്ന തുക്കടെ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാണ് ഉമർ ഖാലിദ് എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചത്. കലാപസ്ഥലങ്ങളിൽ പ്രതികളുടെ സാന്നിധ്യത്തിന് തെളിവുണ്ട്. പ്രതികൾ സഹകരിച്ചാൽ 2 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാനാകുമെന്നും പോലീസ് അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മത്സരചിത്രം ഇന്ന് വ്യക്തമാകും. നാമനിർദ്ദേശ പത്രികകൾ പകൽ 3 മണിവരെ പിൻവലിക്കാം.
അതിനുശേഷമായിരിക്കും ഭരണാധികാരികൾ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ഈ തെരഞ്ഞെടുപ്പ് ചൂട് സജീവമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഇന്നൊരു ചിത്രം തെളിയുന്നത്. സംസ്ഥാനത്തിനാകമായി എത്രത്തോളം സ്ഥാനാർത്ഥികൾ സജീവമായി മത്സരരംഗത്തുണ്ട് എന്നാണ്. ഇതിനപ്പുറത്തേക്കാണ് മുന്നണികൾക്ക് തലവേദനയായി ഈ വിമതരും കൂടെയുള്ളത്. വിമതർക്ക് പല മുന്നണി നേതാക്കന്മാരും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു, പാർട്ടിയിൽ തന്നെ ഉണ്ടാവില്ല പാർട്ടിക്കെതിരെ മത്സരിച്ചാൽ. എന്താണ് സംസ്ഥാനത്തിൻ്റെ ഒരു ചിത്രം? 3 മണിയോടുകൂടി ഏകദേശ ചിത്രങ്ങൾ അറിയാൻ കഴിയുമോ? ഔദ്യോഗികമായി ഇത് പുറത്തുവിടുന്നത് എപ്പോഴാണ്? രാജേഷ്, സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശമൊക്കെ അങ്ങ് കൊട്ടിക്കയറുകയാണ്. കാരണം ഇനി അധിക ദിവസങ്ങളില്ല. ഏകദേശം ഇന്നത്തോടുകൂടി എത്രത്തോളം സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു പൂർണ്ണമായ ചിത്രം തെളിയും. കാരണം ഇന്നാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇന്ന് 3 മണിയോടുകൂടി തന്നെ സ്ഥാനാർത്ഥികൾക്ക് 3 മണിവരെ സ്ഥാനാർത്ഥികൾക്ക് ഈ പത്രിക പിൻവലിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതിനുശേഷമായിരിക്കും വരണാധികാരികൾ ഈ സ്ഥാനാർത്ഥികളുടെ ഒരു ചിത്രം സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ച് വിവരങ്ങളും രേഖകളും ഒക്കെ തന്നെ പുറത്തുവിടുക. പ്രധാനമായും ഈ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യാലയത്തിലും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, നഗരസഭ എന്നിവിടങ്ങളിലായിട്ടാണ് മത്സരാർത്ഥികളുടെ പേരുകൾ ഉൾപ്പെടെ ഏതായാലും പ്രസിദ്ധീകരിക്കുക. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം സൂക്ഷ്മ പരിശോധന ഉൾപ്പെടെ പൂർണ്ണമായിരുന്നു. അതിനുശേഷം തന്നെ ഏകദേശം ഒരു ചിത്രം തെളിഞ്ഞ് ഏകദേശം ഒരു സ്ഥാനാർത്ഥികൾ എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ചൊരു വിവരമൊക്കെ തന്നെ ലഭിച്ചിരുന്നു. ഏതായാലും അന്തിമ പട്ടിക അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ തോതിൽ എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരമൊക്കെ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള ഇന്നത്തെ ഈ ദിവസം കൂടി കഴിയുമ്പോഴായിരിക്കും പൂർണ്ണമായും ഈ ചിത്രമൊക്കെ തന്നെ പുറത്തു വരിക. അത് മാത്രമല്ല, ഈ ബാലറ്റ് വോട്ടിംഗിന്റെ കാര്യങ്ങളൊക്കെ തന്നെ 26-ാം തീയതി മുതലായിരിക്കും ഇത് സംബന്ധിച്ച അപേക്ഷകളൊക്കെ തന്നെ വരണാധികാരികൾക്ക് നൽകാനുള്ളൊരു സമയമൊക്കെ തന്നെ ആരംഭിക്കുക. നിലവിൽ ഏതായാലും സംസ്ഥാനത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണമൊക്കെ തന്നെ ആവേശത്തോടുകൂടി നടക്കുകയാണ്. പക്ഷേ അപ്പോഴും ഈ വിമത ശല്യം ഇപ്പോഴും സംസ്ഥാനത്തുണ്ട്. അതിന് കർശനമായിട്ടുള്ള മുരളീധരൻ ഉൾപ്പെടെ കർശനമായിട്ടുള്ള ഒരു താക്കീത് ഈ വിമതർക്ക് നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഏതൊക്കെ തന്നെ ആയാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ മുന്നണികളും നിലവിൽ ഒരുങ്ങുകയാണ്. ഏതായാലും ഇന്നത്തോടുകൂടി ഈ സ്ഥാനാർത്ഥികളുടെ ഒരു പേര് സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് സംബന്ധിച്ച് ഒരു വിവരം ഇന്നത്തോടുകൂടി ഏതായാലും ഉണ്ടാകും. 3 മണിവരെയാണ് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള ഒരു സമയപരിധി. ഏകദേശം നാളെയോടുകൂടി പൂർണ്ണമായൊരു ചിത്രം, എത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്നത് സംബന്ധിച്ചൊരു പൂർണ്ണമായ ചിത്രം നാളെയോടുകൂടിയായിരിക്കും വ്യക്തമാകുക. ആതിരയാണ് വിശദാംശങ്ങൾ തന്നത്. തെക്കൻ കേരളത്തിലെ കാര്യങ്ങളും തലസ്ഥാനത്തെ കാര്യങ്ങളുമാണ് പങ്കുവച്ചത്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ചൂടേറിയ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസം നടന്ന സൂക്ഷ്മ പരിശോധനയിൽ എറണാകുളം ജില്ലയിൽ തന്നെ 522 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ തള്ളിയിരുന്നു. 522 പേരാണ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ ആയിരിക്കാം? ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധനയൊക്കെ കഴിയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ സാഹചര്യം എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ കിരൺ നൽകും. കിരൺ, എന്താണ് എറണാകുളം ജില്ലയിൽ ഒരുപക്ഷെ പലപ്പോഴും ചൂടുപിടിക്കുന്ന ഒരു മത്സര ജില്ല കൂടിയാണ് എറണാകുളം ജില്ല. എന്താണ് അവിടുത്തെ ഒരു സജീവ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ മുന്നണികളുടെ പ്രതീക്ഷയും? രാജേഷ്, ഏതായാലും ഇന്നത്തെ ഈ നാമനിർദ്ദേശ പത്രിക തള്ളാനുള്ള അത് പിൻവലിക്കാനുള്ള അവസാന ദിവസം കൂടി കഴിയുന്നതോടുകൂടി തന്നെ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമാകും. കഴിഞ്ഞ ദിവസം നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ തന്നെ 522 പേരുടെ നാമനിർദ്ദേശ പത്രികകളാണ് തള്ളിയിരുന്നത്. വിവിധ കാരണങ്ങൾ കാണിച്ചു തന്നെ ആയിരുന്നു ഇങ്ങനെ നാമനിർദ്ദേശ പത്രികകൾ തള്ളിയിരുന്നത്. അതിൽ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള UDF സ്ഥാനാർത്ഥികൾ കൂടിയുണ്ട് എന്നടക്കമുള്ള ചില പ്രശ്നങ്ങൾ തന്നെ ആണ് ഏതായാലും മുന്നണികളെ സംബന്ധിച്ച് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ഈ തള്ളിയിട്ടുള്ള നാമനിർദ്ദേശ പത്രികകളിൽ കൂടുതലും തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയാണ്. എന്നാൽ UDFന്റെ തന്നെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്ന വാർഡിൽ നിന്ന് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അവർ പിന്നീട് കോടതിയെ സമീപിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പ്രധാനമായിട്ടും ഇവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളാനായിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്നുള്ളത് ഇവരെ പിന്തുണച്ച ആള് അത് സമീപ വാർഡിൽ നിന്നായിപ്പോയി എന്നുള്ളൊരു കാര്യമാണ്. അത് വാർഡ് വിഭജനത്തിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രശ്നം, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇവർക്ക് ഉണ്ടായത് എന്നുള്ളൊരു കാര്യമായിരുന്നു ഇവർ ആദ്യം അറിയിച്ചിരുന്നത്. ഏതായാലും
ഈ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ ഇവർ കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 522 തള്ളപ്പെട്ടിട്ടുള്ള പത്രികകളിൽ നോക്കിക്കഴിഞ്ഞാൽ 82 ഗ്രാമപഞ്ചായത്തുകളിലായിട്ട് 382 പത്രികകളും 13 മുനിസിപ്പാലിറ്റികളിലായിട്ട് 56 പത്രികകളുമാണ് നേരത്തെ തള്ളപ്പെട്ടിരുന്നത്. ഏതായാലും ഇന്ന് ഓടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം വ്യക്തമാകും. ഏതായാലും വലിയൊരു പോരാട്ടം നടക്കുന്നത് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്കും ഒപ്പം തന്നെ കൊച്ചി കോർപ്പറേഷൻ അടക്കമുള്ള മുനിസിപ്പാലിറ്റികളിലേക്കുമാണ്. ഈ കൊച്ചി കോർപ്പറേഷനിലും തൃപ്പൂണിത്തുറയിലും നോക്കിക്കഴിഞ്ഞാൽ ഈ 2 കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലുമായിട്ട് ഏതായാലും ഇടതുപക്ഷം അവരുടെ ഭരണ തുടർച്ച തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മത്സരത്തിനിറങ്ങുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ UDF ഈ കോർപ്പറേഷനുകൾ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് പ്രധാനമായിട്ടും നടത്തുന്നത്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ LDFിൻ്റെ ഭരണ തുടർച്ചയായിരിക്കും ഇത്തവണ ഉണ്ടാവുക. ഇവർ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും വലിയ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് LDFിൻ്റെ ഭാഗത്തു നിന്നും കൊച്ചി കോർപ്പറേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് തന്നെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് UDFിനെ സംബന്ധിച്ച് അവരുടെ വലിയൊരു പ്രതീക്ഷയായിട്ടുള്ള കൊച്ചി കോർപ്പറേഷൻ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് UDFിനെ സംബന്ധിച്ചുമുള്ളത്. UDFും ഇത്തവണ ഈ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടല്ല തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇരു മുന്നണികളും ശക്തമായ പോരാട്ടം നടത്തുന്നു. അതോടൊപ്പം തന്നെ NDA സംബന്ധിച്ച് കൂടുതൽ സീറ്റുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൂടി ഏതായാലും കൊച്ചി കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 5 കൗൺസിലർമാരാണ് BJPക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇതിനിടയിൽ തന്നെ 2 പേരെ സിറ്റിംഗ് കൗൺസിലർമാരായിട്ടുള്ള 2 പേരെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലേക്ക് BJPക്ക് മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ സീറ്റുകളിലേക്ക് എത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് BJPയും തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. രാജേഷ്. യെസ്, കിരണാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ കോഴിക്കോട് നിന്നും വിശദമായ റിപ്പോർട്ടുമായി വർഷ ചേരുന്നുണ്ട്. വർഷ, നമുക്കറിയാം ഈ മലബാർ മേഖലയൊക്കെ സജീവമായ ഒരു പ്രചരണത്തിലാണ്. ഇപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം 118 പത്രികകളാണ് കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നത്. ഇനി 9761 സ്ഥാനാർത്ഥികളാണ് ഒരു ലാസ്റ്റ് ലാപ്പിലെ റൗണ്ടപ്പിൽ പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ സൂക്ഷ്മ പരിശോധനയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു ധാരണയാവും. എന്താണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ? മാത്രമല്ല എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമതരാണ് എവിടെയും വില്ലനായി നിൽക്കുന്നത്. മാത്രമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, പിന്നെ ഇനി ചിഹ്നം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നിർണായകമാകുന്ന മണിക്കൂറുകളാണല്ലോ. അതെ രാജേഷ്, കോഴിക്കോടിനെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ സർപ്രൈസുകളായിരുന്നു ഉണ്ടായിരുന്നത്. മുൻപ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്ന VM വിനുവിൻ്റെ, സംവിധായകൻ VM വിനുവിൻ്റെ വോട്ടില്ലാത്തത് മുതൽ തുടങ്ങി പല സർപ്രൈസുകളും പല പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുമാണ് കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായത്. ഇപ്പോഴും അതേ രീതിയിലുള്ള പ്രതിസന്ധികളും അതേപോലെ വെല്ലുവിളികളും പാർട്ടികൾക്കുണ്ട്. പ്രധാനപ്പെട്ടത് രാജേഷ് പറഞ്ഞ പോലെ തന്നെ വിമതശല്യമാണ്. കോഴിക്കോട് ജില്ലയിൽ വിമതശല്യം വളരെ രൂക്ഷമാണ്. പ്രധാനമായും UDFിനാണ് ഇത് ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത്. പലയിടങ്ങളിലും ഈ കുന്നമംഗലം കാരശ്ശേരി ഡിവിഷനിൽ UDFിന് 5 വിമതരാണുള്ളത്. ഈ 5ഉം പ്രധാനപ്പെട്ട പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ 5 പേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പലയിടങ്ങളിലും ഫറോക്ക് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പലയിടങ്ങളിലും UDFിന് വളരെ വലിയ തലവേദനയായിരിക്കുകയാണ്. ഈ നാദാപുരം ഭാഗങ്ങളിലെല്ലാം CPIയും CPMും ഒരേ വാർഡിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും വലിയ വെല്ലുവിളിയാണ് ഉണ്ടായിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് ഇവിടെയുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി കഴിഞ്ഞ ദിവസം പത്രിക തള്ളിയതാണ്. കഴിഞ്ഞ ദിവസം 118 പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. ഇതിൽ 4 ഇടങ്ങളിലുള്ള BJPയുടെ പത്രികയാണ് കൂടുതലായി തള്ളിയതെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള വാക്കേറ്റവും ഉണ്ടായിരുന്നു. പൂരിപ്പിച്ചതിലെ പിഴവും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഈ നാമനിർദ്ദേശ പത്രികകളെല്ലാം തള്ളിയിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിൽ 6, അതേപോലെ ജില്ലാ പഞ്ചായത്തിൽ 3, രാമനാട്ടുകര, ഫറോക്ക്, കൊടുവള്ളി മുനിസിപ്പാലിറ്റികളിലായി 7, അതേപോലെ വിവിധ പഞ്ചായത്തുകളിലായി 107 തുടങ്ങി അങ്ങനെ 118 പത്രികകളാണ് തള്ളിയിരിക്കുന്നത്. ഇനിയിപ്പോൾ 9761 പത്രികകളാണ് ബാക്കിയുള്ളത്. ഇതിൽ എത്ര പേര് ഇനി അവസാന ഘട്ട ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും വിമതശല്യം രൂക്ഷമായിരിക്കുമ്പോൾ അതിനെ പരമാവധി പിന്തിരിപ്പിക്കാനുള്ള ശ്രമം UDF തുടരുകയാണ്. പലരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം K മുരളീധരൻ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ വിമതരായി നിൽക്കുന്നവരെ ഇനി പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ഇവരെ മാറ്റാനുള്ള ശ്രമം UDF ശക്തമായി തുടരുകയാണ്. UDFിനെ സംബന്ധിച്ച്, കോഴിക്കോട് UDFിനെ സംബന്ധിച്ച് ഏറ്റവും
വലിയ തലവേദനയും ഇത് തന്നെയാണ്. ഇനി മറ്റ് ജില്ലകളിലേക്ക് പോയാൽ കണ്ണൂർ, വയനാട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് പോയാൽ അവിടെയും വലിയ രീതിയിൽ ഈ വിമത ശല്യമാണ് തലവേദനയായി മാറിയിരിക്കുന്നത്. കണ്ണൂരിലും പലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇല്ലാതെ തന്നെ ഇടതുപക്ഷം LDF വിജയിച്ച പോലെ തന്നെയാണ് പലയിടങ്ങളിലും ഉള്ളത്. അങ്ങനെ പത്രിക തള്ളി ഉൾപ്പെടെ പല കാര്യങ്ങളും ഈ മലബാറിലെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുനവറിൽ തങ്ങൾ കോഴിക്കോട് എത്തിയപ്പോൾ പറഞ്ഞത് വിമതരെ ഒഴിവാക്കാനുള്ള, മലപ്പുറം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വിമതരെ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണ്. പലയിടങ്ങളിലും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ്, കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായി മുറുകുകയാണ്. പല UDFനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. 50 വർഷത്തോളമായി കോഴിക്കോട് LDFന്റെ കൈകളിലാണ്. തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. തങ്ങളുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി. അങ്ങനെ ഒരു ത്രികോണ മത്സരം തന്നെയായിരിക്കും കോഴിക്കോട് ഇത്തവണയും ഉണ്ടാകുക. രാജേഷ്. വർഷയാണ് വിശദാംശങ്ങൾ നൽകിയത്. സമീപകാലത്തൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു വിമത ശല്യമാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മുന്നണികൾ ഇതേക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുക. എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ വിമതരായി, എന്തുകൊണ്ടാണ് വ്യക്തി താല്പര്യങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ പാർട്ടി മാറി വിമതരായി മത്സരിക്കേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചർച്ചയാകുന്നത് അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ മൊകവൂർ ഡിവിഷനിൽ NCPയിലെ 2 സ്ഥാനാർത്ഥികൾ മുഖാമുഖം ഏറ്റുമുട്ടുന്നു. NCP എസിലെ തുഷാരയാണ് LDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെന്നിരിക്കെ NCP അജിത് പവാർ വിഭാഗത്തിലെ റോഷൻ ബാബു പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. മഹാരാഷ്ട്രയിലല്ല, ഇങ്ങ് കേരളത്തിലാണ് NCPയിലെ 2 വിഭാഗങ്ങളുടെ കൊമ്പുകോർക്കൽ. ആളും അർത്ഥവുമുള്ള പാർട്ടികൾക്കൊപ്പമാണ് കേരളത്തിൽ NCP ശരത് പവാർ വിഭാഗം. LDFനൊപ്പമുള്ള NCPSന്റെ സ്ഥാനാർത്ഥിയായി മൊകവൂർ ഡിവിഷനിൽ SM തുഷാരയാണുള്ളത്. NCP അജിത് പവാർ വിഭാഗത്തിൽ നിന്ന് റോഷൻ ബാബുവും പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നു. മൊകവൂരിലെ സ്വാധീനമുള്ളൊരു നേതാവാണ് റോഷൻ ബാബു. കഴിഞ്ഞ പഞ്ചായത്ത് ആകുന്ന സമയത്ത്, കോർപ്പറേഷൻ ആവുന്നതിന് മുന്നേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് UDFനെതിരെ മത്സരിച്ചിട്ട്, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ട് ഒരു വോട്ടിനാണ് നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടത്. അപ്പോൾ ആ പ്രദേശം ഉൾപ്പെടെയുള്ള പ്രദേശമാണ് ഈ മൊകവൂർ ഡിവിഷൻ. LDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ തുഷാരയ്ക്ക് പരാജയ ഭയം ലെവലേശമില്ല. LDF എന്ന നിലയിൽ നല്ല രീതിയിൽ തന്നെ ഒരു പാർട്ടിയായിട്ട് തന്നെയാണ് നമ്മളെ വാർഡിൽ ഇത്രയും കാലം നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനി മുന്നോട്ടും ആ രീതിയിൽ തന്നെ ആയിരിക്കും. മൊകവൂർ ഡിവിഷനിൽ 3ാം തവണയാണ് NCPS സ്ഥാനാർത്ഥി ജനവിധി തേടുന്നത്. UDFന് കാര്യമായ സ്വാധീനമില്ലാത്ത ഡിവിഷൻ CPM കോട്ടയാണ്. അതുകൊണ്ട് തന്നെ മൊകവൂർ ഡിവിഷൻ NCPക്ക് നൽകുന്നതിനെതിരെ CPMൽ അതൃപ്തി പുകയുന്നുണ്ട്. CPM വോട്ടിലാണ് ഇരു സ്ഥാനാർത്ഥികളുടെയും പ്രതീക്ഷ. S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ബീഹാറിലെ വിജയത്തോടെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ ലോക് ജൻശക്തി പാർട്ടിയുടെ സാന്നിധ്യം സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും. LJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ സാജു തോമസാണ് പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏക വാർഡ് പ്രതിനിധി. സാജു വിജയിച്ചിരുന്ന വാർഡ് വനിതാ വാർഡായതോടെ സാജു തോമസിൻ്റെ ഭാര്യ ദിനി സാജുവാണ് LJP സ്ഥാനാർത്ഥി. 2000 രാംവിലാസ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി രൂപീകരിച്ചത് മുതൽ ആ പാർട്ടിയിലെ അംഗമാണ് സാജു തോമസ്. ഇപ്പോൾ ദേശീയതലത്തിൽ BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഒരു ഘടകകക്ഷിയാണ് LJP. NDA മുന്നണിയുടെ ഭാഗമായി തന്നെയാണ് ദിനി സാജു ഏലൂരിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. നിലവിൽ ഏലൂർ നഗരസഭയിൽ 6 സീറ്റാണ് NDAക്കുള്ളത്. ഇത് 9 സീറ്റുകളായി ഉയരും എന്നാണ് മുന്നണിയുടെ ആത്മവിശ്വാസം. നല്ല വർക്കാണ് ഞങ്ങൾ ഈ ഏലൂർ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡ് ഞങ്ങൾ പിടിച്ചെടുത്തത്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര വൻ വിജയമാണ്. കാരണം ഇത്രയും ആൾക്കാർ ഇവിടെ ഉള്ളപ്പോൾ, ഇവിടുത്തെ വലിയ വലിയ കക്ഷികളൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ബീഹാറിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പറയാൻ പറ്റില്ല. ഞങ്ങൾ ബീഹാറിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 19 MLAമാരുണ്ട്, 2 മന്ത്രിയായി. ഇപ്പോൾ ഞങ്ങൾക്കൊരു കേന്ദ്രമന്ത്രിയുണ്ട്, ചിരാഗ് പാസ്വാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ നല്ല ഇപ്പോഴത്തെ ബീഹാറിൻ്റെ ഇലക്ഷനുകൾ കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടി പവർ കൂടി എന്നുള്ളതാണ്. സംസ്ഥാനത്തെ LJPയുടെ ഏക സിറ്റിംഗ് സീറ്റായ ഏലൂരിലെ 29ാം നമ്പർ വാർഡായ പാറക്കൽ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ദിനി സാജു പ്രചാരണ രംഗത്തുള്ളത്. ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്, പിന്നെ NDAയുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ 5 വർഷമായിട്ട് കൗൺസിലറായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാ വർക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഹസ്ബൻഡ് 510 വോട്ടിനാണ് ജയിച്ചത്. 200 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് നല്ല ഒരു ആത്മവിശ്വാസമുണ്ട്. ജയിക്കും എന്നുള്ളൊരു 100% വിജയസാധ്യത ഉണ്ടെന്നാണ്. അമൃത ന്യൂസ്, കൊച്ചി. പറഞ്ഞതുപോലെ നേരത്തെ ഈ വിമതർ തന്നെയാണ് എല്ലായിടത്തും വില്ലനാവുന്നത്. കോൺഗ്രസിലെ വിമത സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തുവാനുള്ള UDFന്റെ പ്രവർത്തനങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും തിരിച്ചടി ഉണ്ടാകും.
സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങളിൽ സമവായം കണ്ടെത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ വന്നതോടെ ഒട്ടേറെ പേരാണ് വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. സമസ്തയുടെ ഭീഷണിയും കോൺഗ്രസിന് വെല്ലുവിളിയാകുമ്പോൾ LDFനും NDA മുന്നണിക്കും കാര്യമായ വിമത ശല്യമില്ല. വിശദാംശങ്ങളുമായി രതീഷ് ചേരുന്നുണ്ട്. രതീഷ്, കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് തന്നെ K. മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് 3 മണി വരെ പിൻവലിക്കാൻ സമയമുണ്ട്, അത് കഴിഞ്ഞാൽ ഇവരൊന്നും പാർട്ടിയിലുണ്ടാവില്ല എന്ന്. ഇങ്ങനെയുള്ള മുന്നറിയിപ്പൊന്നും വിലപ്പോകില്ല എന്ന തരത്തിലാണ് ഈ വിമതരായി മത്സരിക്കുന്നവർ സജീവമാകുന്നത്. ഈ കോൺഗ്രസിൻ്റെ ഒരു ഗതികേടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു സമീപകാലത്തൊക്കെ കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമതശല്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? തീർച്ചയായും രാജേഷ്, മത്സര ചിത്രം തെളിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയാണ്. കാലങ്ങളായി ജില്ലാ പഞ്ചായത്ത് ഭരണം ഉൾപ്പെടെ കോൺഗ്രസ് ആണ് നിലനിർത്തുന്നത്. പക്ഷേ ഇത്തവണ വിമതശല്യം വലിയ രീതിയിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കൊണ്ട് അത് എടുത്തു പറയേണ്ടത് തോമാട്ടുചാൽ ഡിവിഷനിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ K. സുധാകരന് മികച്ച പിന്തുണ നൽകുന്ന വയനാട്ടിലെ യുവ നേതാവായ ജഷീർ പള്ളിവയൽ ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് കോൺഗ്രസിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ പിന്തുണച്ച UDFന്റെയും കോൺഗ്രസിനെയും പ്രവർത്തകർ രംഗത്ത് വരുന്നതാണ് കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് ബരക്കാർക്കെതിരെയും DCC അംഗമായ ബിനു ജേക്കബ് മത്സര രംഗത്തുണ്ട്. ഇദ്ദേഹം മുൻ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. ഇദ്ദേഹവും മത്സര രംഗത്തുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പുൽപ്പള്ളി മുള്ളംകൊല്ലി മേഖലയാണ് കോൺഗ്രസിന് അതിശക്തമായ ഒരു മേഖല. പക്ഷെ അവിടെ 14 വിമത സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇവരെയും പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം ദ്രുതഗതിയിൽ തന്നെ നടക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസിന് സമസ്തയുടെ ഭീഷണിയുള്ളത്. കാരണം മുസ്ലിം പ്രാതിനിധ്യം സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസ് നൽകിയില്ലെന്ന് ആരോപിച്ചുകൊണ്ട് സമസ്ത രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി T. സിദ്ദീഖ് MLAയും DCC പ്രസിഡന്റും ഈ സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ഇത് എത്രത്തോളം ഫലമാകുമെന്ന് കണ്ടറിയണം. പക്ഷേ ഇത്തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇന്ന് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയോ വിമത സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും DCC നേതൃത്വം നടത്തുകയാണ്. ഇതിൽ പക്ഷേ NDAയ്ക്കും LDFനും കാര്യമായ വിമത ശല്യമില്ല. കാരണം വയനാട് കോൺഗ്രസ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. ഇത്തരത്തിൽ ദേശീയ തലത്തിൽ വരെ ഇത് പ്രതിഫലിക്കും, ഈ വിമത ശല്യം ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ ശക്തമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്, നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. എത്രയും വേഗത്തിൽ തന്നെ ഈ വിമതരെ പിൻവലിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഇത് എത്ര കണ്ട് ഫലത്താകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുക. ഏതായാലും കാര്യമായ വിമതശല്യ ഭീഷണി കോൺഗ്രസിനാണ് വയനാട്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല മുന്നണിക്കുള്ളിൽ പോലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിൽ സംസ്ഥയും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നതയിൽ അനുനയ നീക്കവുമായി നേതാക്കൾ. T. സിദ്ദീഖ് MLAയും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് TJ ഐസക്കും സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം പ്രാതിനിധ്യമില്ലെന്ന സംസ്ഥയുടെ പരസ്യ പ്രതികരണത്തെ തുടർന്നാണ് അനുരഞ്ജന ചർച്ച നടത്തിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യമില്ലെന്ന സമസ്തയുടെ പരസ്യ പ്രതികരണ പശ്ചാത്തലത്തിലാണ് അനുരഞ്ജന നീക്കം. T. സിദ്ദീഖ് MLAയും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് TJ ഐസക്കും കൽപ്പറ്റയിലെ സമസ്ത ഓഫീസിലെത്തി നേതൃത്വവുമായി ചർച്ച നടത്തി. മുസ്ലിങ്ങളെ മതേതര കോൺഗ്രസ് രണ്ടാം തരം പൗരന്മാരാക്കിയെന്ന് നവമാധ്യമങ്ങളിലൂടെ സമസ്ത നേതാക്കൾ വിമർശിച്ചിരുന്നു. മുസ്ലിം സമുദായത്തെ പൂർണ്ണമായി അവഗണിച്ചതിൽ കോൺഗ്രസ് വില കൊടുക്കേണ്ടി വരുമെന്നും നേതാക്കളുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ലെന്നായിരുന്നു ആക്ഷേപം. പിന്നാലെ തോമാട്ടുചാൽ ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി VN ശശീന്ദ്രനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രികയും നൽകി. എന്ത് അയോഗ്യതയാണ് തനിക്കുള്ളതെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്നായിരുന്നു ജഷീർ ഉന്നയിച്ച ആവശ്യം. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് അനുനയ നീക്കം നടന്നത്. സമസ്ത യുവജന വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി പേരാൽ, ജമയത്തുൽ ഉലമ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാരിസ് ബാക്കഫി, SYS ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ മൗലവി എന്നിവരാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. അതേസമയം കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറായില്ല. അമൃത ന്യൂസ്, വയനാട്. പ്രായം കൊണ്ടും തൊഴിൽ കൊണ്ടുമൊക്കെ പുതുമയുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഇത്തവണ മത്സരരംഗത്തുണ്ട്. വോട്ടുപിടുത്തവും പാമ്പ് പിടുത്തവും ഒന്നിച്ചു നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് കോഴിക്കോട്. അത്തോളിയിലെ UDF സ്ഥാനാർത്ഥിയായ സന്ദീപ് നാലുപുരയ്ക്കൽ രണ്ടിനും നൽകുന്നത് തുല്യ പ്രാധാന്യമാണ്. തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടിയാണ് അത്തോളി പഞ്ചായത്ത് അംഗമായ സന്ദീപ് പാമ്പുപിടുത്തക്കാരനായത്. ഏത് സമയം അവർക്ക് ആവശ്യം വന്നാലും ഓടിയെത്താൻ.
വീട്ടിൽ ഇങ്ങനെ ഒരു പാമ്പ് വീട്ടിലുണ്ടാകുന്ന അവസ്ഥയിൽ അവർ ആദ്യം വിളിക്കുക മെമ്പറെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഫോറസ്റ്റിലേക്ക് അറിയിക്കും, അല്ലെങ്കിൽ കക്കയം അങ്ങനെ ഏതെങ്കിലും ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അറിയിച്ചാൽ തന്നെ ചിലപ്പോൾ മണിക്കൂറുകളോട് നമ്മൾ അവരെ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് മനസ്സിലാക്കിയവരാണ് നമ്മൾ ഇങ്ങനെ ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തവണ അത്തോളി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് UDF സ്ഥാനാർത്ഥിയായാണ് സന്ദീപ് നാലുപുരയ്ക്കൽ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്ന സന്ദീപ് പാമ്പിനെ പിടിക്കുന്ന ഉപകരണങ്ങളും കയ്യിൽ കരുതാറുണ്ട്. വോട്ട് പിടിക്കാൻ പോകുന്നതിനിടയ്ക്കും പാമ്പ് പിടുത്തം നടക്കുന്നുണ്ടോ? ആരെയും വിളിച്ചാൽ പോകും, അതിൻ്റെ ടൂൾസൊക്കെ വണ്ടിയിലുണ്ടാവും. അപ്പം പെട്ടെന്ന് ആരെയും വിളിച്ചാൽ പോകും. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. മെനഞ്ഞാന്ന് അതേമാതിരി ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്ക് പ്രിയങ്കരനായ സന്ദീപ് ഇത്തവണയും വലിയ പ്രതീക്ഷയിലാണ്. ജയിച്ചു കഴിഞ്ഞാൽ ഈ 7 വാർഡിലും സജീവമായിട്ട് പ്രവർത്തനം ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. എന്തായാലും വോട്ട് പിടുത്തവും പാമ്പ് പിടുത്തവുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ് സന്ദീപ്. ഇത്തവണ എന്തായാലും UDF വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. വോട്ട് പിടിക്കാൻ പോകുമ്പോൾ ടൂൾസുമായിട്ടാണ് പുള്ളി പോകുന്നത്. എന്തായാലും വളരെ രസകരമായ ഒരു റിപ്പോർട്ടായിരുന്നു വർഷ നൽകിയത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമായാൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങൾ ഇറക്കുന്നത് പതിവാണ്. ട്രെൻഡിംഗ് ആയ സിനിമാ പാട്ടുകൾ ഇത്തവണയും പാരഡി പാട്ടുകളായി തയ്യാറായി കഴിഞ്ഞു. കാക്കനാട് സ്വദേശി അബ്ദുൽ ഖാദറാണ് മുന്നണികൾക്കായി പാരഡി ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുള്ള അനൗൺസ്മെന്റുകളും പാരഡി ഗാനങ്ങളും. പാട്ടുകളുടെ ഈണത്തിൽ രാഷ്ട്രീയം നിറയുമ്പോൾ തെരഞ്ഞെടുപ്പ് പാരഡികളാകും. ഓരോ കാലഘട്ടത്തിലെയും ട്രെൻഡിംഗ് പാട്ടുകളാണ് പാരഡിക്കായി തിരഞ്ഞെടുക്കുന്നത്. ഈ വർഷം മലയാളികൾ നെഞ്ചേറ്റിയ 3 ഗാനങ്ങൾ 3 മുന്നണികൾക്കുമായി പാരഡിയായി തയ്യാറായി കഴിഞ്ഞു. കാക്കനാട് സ്വദേശി അബ്ദുൽ ഖാദറാണ് പാരഡി ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി അബ്ദുൽ ഖാദർ പാരഡി ഗാനങ്ങൾ തയ്യാറാക്കി വരുന്നു. ഓൾ കേരളയിലുള്ള ഒരുപാട് ഗായക സംഘങ്ങൾക്ക് ഇപ്പോൾ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് എല്ലാ മുന്നണികൾക്കും വേണ്ടി പാട്ടുകൾ ചെയ്യുന്നുണ്ട്. അതാത് സമയത്തെ ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ് ചെയ്യൽ. ഈ പ്രാവശ്യം അതുപോലെ തന്നെ വളരെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഏത് മൂഡ്, അതുപോലെ മിന്നൽ വള, അത് UDFന് വേണ്ടിയാണ്. പിന്നെ അതുപോലെ BJPയും സ്വതന്ത്ര മുന്നണികൾക്കൊക്കെ വേണ്ടിയിട്ട് കിളിയെ. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഈ പ്രാവശ്യം ഉണ്ട്. വിവാദങ്ങളും വികസനവും ഒക്കെ തന്നെയാണ് പാട്ടിലെ വരികളായി മാറുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. പണ്ടൊന്നും ഇത്തരം പാരഡി ഗാനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതാണ് ട്രെൻഡ്. എന്തായാലും അബ്ദുൽ ഖാദർ 10-20 വർഷമായിട്ട് ഇതിൽ സജീവമാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ കോട്ടയത്ത് ഈ BLOമാരുടെ ആത്മഹത്യാ ഭീഷണി. കാരണം BLOമാരുടെ ആത്മഹത്യാ ഭീഷണി വരാൻ കാരണം അവർക്ക് ജോലി തിരക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ ഓവർലോഡാണെന്നൊക്കെ രീതിയിലുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഇതിനെതിരെ കേസ് നടക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും വഴങ്ങുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോട്ടയത്ത് BLOയുടെ ആത്മഹത്യാ ഭീഷണി. മുണ്ടക്കയം 110 ബൂത്തിലെ BLO ആന്റണി വർഗീസാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. SIRന്റെ സമ്മർദ്ദം താങ്ങാനാവുന്നില്ല എന്ന് ആന്റണിയുടെ ഓഡിയോ സന്ദേശം പുറത്തുവന്നു. SIR എന്നിവ വേണ്ട ഒരു സംവിധാനവും അധികൃതർ ഒരുക്കി നൽകുന്നില്ല എന്നും ജനങ്ങൾ സഹകരിക്കുന്നില്ല എന്നും ഓഡിയോ സന്ദേശമുണ്ട്. വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്നുമാണ് ഓഡിയോ സന്ദേശം. വോട്ടർമാരുടെ കാര്യത്തിൽ ആണെങ്കിൽ ഇവർക്ക് ഫോം കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഒരാഴ്ചയോളം മെനക്കെട്ട് വീടുകളിൽ കൂടി കൊടുത്തിരിക്കുന്ന ഫോമായിട്ട് അത് ഒരു അക്ഷരം പൂരിപ്പിക്കാതെയാണ് പല വോട്ടർമാരും വരുന്നത്. ഇവരുടെ മൊത്തം ബേസിക് കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ട് 2002 ഇത് വിവരങ്ങളും തപ്പി കണ്ടുപിടിച്ചു കൊടുക്കണം. ഇതിന് കാശ് കിട്ടുന്നില്ല. ഇത് പ്രതിരോധത്തിലാണോ എന്നാണെന്നോ നിങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള യാതൊരു ഉപകരണങ്ങളും തരുന്നില്ല. ഈ ഇന്റർനെറ്റ് തരുന്നില്ല, മൊബൈൽ ഫോൺ തരുന്നില്ല. ഇലക്ഷൻ കമ്മീഷനും നിങ്ങൾ റവന്യൂവിലെ ഉദ്യോഗസ്ഥരും കൂടി ഞങ്ങളെ
ഞങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. എല്ലാ തരത്തിലും ചൂഷണം ചെയ്ത് ഞങ്ങളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ഈ അടിമപ്പണി ദയവായിട്ട് നിർത്തണം. എന്റെ മാനസിക നില തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. പലരുമായിട്ട് സംസാരിച്ച് മനുഷ്യന്റെ സമനിലയും മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട് ഞാൻ അന്നെങ്കിൽ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കൊല്ലും. അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഈ ജോലിയിൽ നിന്ന് പിന്മാറാൻ അനുവദിക്കണം. എന്നെ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഞാൻ മട്ടുതട്ടാ പറയുന്നത്, സൈ കെട്ടാ പറയുന്നത്. ഞാനല്ലേ വില്ലേജ് ഓഫീസിന് മുമ്പ് ഞാൻ വിഷം കടിച്ച് ഞാൻ ചാകും. അത് കളക്ടറേറ്റിലായിരിക്കും, എവിടെയായിരിക്കും. എനിക്ക് അതുപോലെ മാനസിക സമ്മർദ്ദമാണ്. എനിക്ക് സ്വൈര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല ഞാനിപ്പം വന്നിരിക്കുന്നത്. എന്റെ ജീവിതം തകർത്തിട്ട് നിങ്ങളെ ഇത് ഗ്രൂപ്പിലല്ല, ഇത് മൊത്തം മീഡിയയിൽ ഞാൻ കൊടുക്കും. അതുപോലെ ബുദ്ധിമുട്ടാണ് സഹിക്കുന്നത്. നാട്ടുകാരുടെ തെറിയേക്കണം, റവന്യൂക്കാരുടെ തെറിയേക്കണം. ഇലക്ഷൻ കമ്മീഷന്റെ 1 മിനിറ്റിൽ ഈ ഡിജിറ്റലൈസേഷൻ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സംഗതി ശരിയാ. ഇങ്ങർക്കൊക്കെ AC റൂമിൽ നിന്നുകൊണ്ട് പറയാം. ഇതൊന്നും വെളിയിരിക്കുന്ന വെയിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ ബുദ്ധിമുട്ട് എന്നാന്നുള്ള അറിയത്തില്ല. ജനത്തിന് തെറിയേക്കാനും നിങ്ങളെ തെറിയേക്കാനും പറ്റത്തില്ല. ഒന്നേ ഞാൻ ആത്മഹത്യ ചെയ്യും. അതിന് ഉത്തരവാദി ഈ ഇലക്ഷൻ കമ്മീഷനും ഈ SIR ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വിശദാംശങ്ങളുമായി പ്രശാന്ത് കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇതൊരു അമിത ജോലി ഭാരം തന്നെ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ശബ്ദ സന്ദേശം. കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീതി അല്ലെങ്കിൽ ഒരു ഭയം, ആശങ്ക ഒക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി കേൾക്കുകയാണ്. സംസ്ഥാനത്ത് ഇത്തരം ആത്മഹത്യാ ഭീഷണിയും അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള ഒരു നിലപാടെടുക്കുന്നതൊക്കെ. കാരണം ഇവർക്ക് യഥാർത്ഥത്തിൽ വേറെ ജോലിയുണ്ട്. ആ ജോലിക്ക് അപ്പുറത്തേക്ക് ഒരു ജോലി കൊടുക്കുകയും അത് കൃത്യമായ ഒരു സമയ പരിമിതിക്കുള്ളിൽ ചെയ്ത് തീർക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി കൊടുക്കുന്നു. അതായത് ഒരു ജോലി ഭാരം, ഒരു പ്രഷർ, അതിൻ്റെ ആ ഒരു പ്രതികരണമാണ് നമുക്ക് ഈ ശബ്ദ സന്ദേശത്തിൽ കൂടി കേട്ടത്. ഇതാരാണ്, എന്താണ്, ഏതാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? എന്താണ് ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും രാജേഷ്, ഇത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ മുണ്ടക്കയം പഞ്ചായത്തിൽ വരുന്ന 110 നമ്പർ ബൂത്തിലെ BLO ആന്റണി വർഗീസിന്റെ ശബ്ദ സന്ദേശമാണ്. അദ്ദേഹം ഇത് മറ്റേ റവന്യൂ അധികൃതർ ഉൾപ്പെടെയുള്ള ഇലക്ഷന്റെ അല്ലെങ്കിൽ എന്യൂമറേഷനുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഒരു ഗ്രൂപ്പിലാണ് ഇദ്ദേഹം ഈ സന്ദേശം പങ്കുവച്ചത്. ഇദ്ദേഹം ഈ ഒരാഴ്ചയിലധികമായി ഈ എന്യൂമറേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. എന്നാൽ കിട്ടുന്ന പല ഫോമുകളും പൂരിപ്പിക്കാതെ, പ്രാഥമിക വിവരങ്ങൾ പോലും എൻ്റർ ചെയ്യാതെയാണ് ഫോമുകൾ പലതും തിരിച്ചു വരുന്നതെന്നാണ് ഈ PLOയുടെ പരാതി. ആളുകൾ ഇതിനോട് സഹകരിക്കുന്നില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ പോലും ഉൾപ്പെടുത്താതെ ഫോം തിരിച്ചു നൽകുകയാണ്. അപ്പോൾ ഇത് വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ച് പൂരിപ്പിച്ച് ഇത് അപ്ലോഡ് ചെയ്യേണ്ട മുഴുവൻ ഉത്തരവാദിത്വം BLOയിലേക്ക് തന്നെ വന്നു ചേരുകയാണ്. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതിനു വേണ്ട ഒരു സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നില്ല. ഇന്റർനെറ്റ് അടക്കമുള്ള അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നെറ്റ് ചാർജ് ചെയ്യുന്നതിനടക്കമുള്ള സംവിധാനങ്ങളൊന്നും ഒരുക്കി നൽകുന്നില്ല. കൃത്യമായ ഇടവേളകളിൽ വിളിച്ച് അധികൃതർ ഇതിന്റെ പുരോഗതി അന്വേഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് പൂർത്തീകരിക്കേണ്ട ദിവസങ്ങൾ പരിമിതമായ ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കേണ്ടതാണ്. എന്നാൽ അത് പൂർത്തീകരിക്കാൻ പലപ്പോഴും BLOമാർക്ക് കഴിയുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ കോട്ടയം ജില്ലയുടെ മുണ്ടക്കയം പ്രദേശം എന്നൊക്കെ പറയുന്നത് മലയോര മേഖലയാണ്. അവിടങ്ങളിൽ ഓരോ വീടുകൾ തമ്മിൽ പോലും വളരെ അകലമാണുള്ളത്. കാർഷിക മേഖലയാണ്. ഇവിടെ മല കയറി ഇറങ്ങി വീടുകൾ തോറും കയറി ഇറങ്ങി ഈ വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഇത് നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ സമ്മർദ്ദമുണ്ടാകുന്നു. ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ പുരോഗതി റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇവർക്ക് ഈ മാനസിക സമ്മർദ്ദം താങ്ങാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഇവർ മറ്റു ജോലി ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥരോ ഒക്കെയാണ് ഇത്തരം ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കരാർ ജോലികൾ ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ സാധാരണ ചെയ്തു വരുന്ന ജോലികൾക്ക് അപ്പുറമാണ്, ഇതിന് പുറമെയാണ് ഈ ജോലികൾ ചെയ്യേണ്ടത്. അതിരാവിലെ എണീറ്റ് വീടുകളിലെത്തി ഫോമുകൾ നൽകുകയും ഫോമുകൾ തിരിച്ചു വാങ്ങുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ രാത്രി ഏറെ വൈകിയും ഇവർ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ അതനുസരിച്ചുള്ള പരിഗണനയൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നില്ല. കൂടുതൽ സമ്മർദ്ദം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പങ്കുവെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ആന്റണി വർഗീസ് തനിക്ക് മാനസിക സമ്മർദ്ദം താങ്ങാനാകുന്നില്ല എന്നും താൻ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയേക്കുമെന്നുള്ള ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നത്. തന്റെ മാനസിക നില ആകെ തകർന്നിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ തന്നെ ചൂഷണം ചെയ്യുകയാണ്. തന്നെ പോലുള്ള മറ്റുള്ളവരെ അടിമപ്പണി ചെയ്യുകയാണ് ചെയ്യുന്നത്. വേണ്ട സംവിധാനങ്ങളൊന്നും ഒരുക്കി നൽകാതെ എന്നുള്ള ഒരു കാര്യമാണ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഒരു സൂചന എന്നോണം ആലപ്പുഴ ജില്ലാ കളക്ടർ ഗ്രൂപ്പിൽ പങ്കുവച്ച സന്ദേശമൊക്കെ നമ്മൾ കേട്ടതാണ്. ഈ ദിവസങ്ങളിൽ വാർത്തയായതാണ്. അതോടൊപ്പം തന്നെ ഒരു BLOയുടെ ആത്മഹത്യയടക്കം കേരളം ചർച്ച ചെയ്തതാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ BLOമാർ നേരിടുന്ന മാനസിക സമ്മർദ്ദവും ജോലിഭാരവും എത്രത്തോളം കഠിനമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ശബ്ദ സന്ദേശം. ആന്റണി വർഗീസ് എന്ന ഈ BLOയുടെ ശബ്ദ സന്ദേശം. രാജേഷ്. യെസ്,
എത്ര വൈകാരികമായിട്ടാണ് അദ്ദേഹം ഈ BLO പ്രതികരിച്ചിരിക്കുന്നത്. ഞാൻ ആരെങ്കിലും കൊല്ലും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. ഒരുപക്ഷെ അധികൃതർ ഇക്കാര്യത്തിലെങ്കിലും ഇത് ദിനംപ്രതി ഓരോ ഭീഷണികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അവരുടെ ഒരു വികാരം ദയവായി മനസ്സിലാക്കുക, കണ്ണു തുറക്കുക. അധികാരികൾ ഇവരുടെ അമിത ജോലി ഭാരമാണെങ്കിൽ അവരെ കേൾക്കുക, അതിനുള്ള പരിഹാരം കാണുക. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ശബരിമല നട തുറന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ സന്നിധാനത്ത് ദർശനം നടത്തിയത് 6.5 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ. ഇന്നലെ അവധി ദിനത്തിൽ പകൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് കുറവായിരുന്നുവെങ്കിലും രാത്രിയുടെ കൂടുതൽ അയ്യപ്പ ഭക്തർ ദർശനം നടത്തി. ആകെ 79,575 പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത്ത് സന്നിധാനത്ത് നിന്നും തത്സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രജിത്ത്, ഈ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്, അത് ആശ്വാസകരം തന്നെ. മഴ സന്നിധാനത്തുണ്ട്, അതിൻ്റെ ഭാഗമായി എന്തൊക്കെ മുൻകരുതൽ എടുത്തിട്ടുണ്ട്? ഇന്നത്തെ ഈ പ്രഭാതത്തിലെ തിരക്ക് എങ്ങനെയാണ്? മാത്രമല്ല, കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഇന്നുണ്ടാകും? രാജേഷ്, ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ തുടരുന്നു. ഇന്നലെ മാത്രം 79,575 അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. നമുക്കറിയാം, മഴ ഒരു വലിയ വെല്ലുവിളിയായി തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ചെറിയ മഴ, ചാറ്റൽ മഴയായി ആരംഭിച്ച് വലിയ മഴയും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് അയ്യപ്പ ഭക്തർക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടന്നു വരുന്നതിന് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇത് തന്നെ ആയാലും ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കൂടി കാണാനുണ്ട്. നനഞ്ഞാണെങ്കിലും ശബരിമലയിൽ അയ്യനെ തൊഴാനായി അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 79,000-ഓളം അയ്യപ്പ ഭക്തർ ദർശനം നടത്തി. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവ് അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയത് ഇന്നലെയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അവധി ദിനമായിരുന്നിട്ട് കൂടി ഇന്നലെ അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ കുറവായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അയ്യപ്പ ഭക്തർ തീർത്തും കുറവായിരുന്നു ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ സുഗമമായ ദർശനം അവർക്ക് സാധ്യമാവുകയും ചെയ്തു. വൈകുന്നേരത്തോടു കൂടി അല്പം തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും സുഗമമായി അവർക്കും ദർശനം നടത്താൻ കഴിഞ്ഞു എന്നതാണ് പ്രധാന കാര്യം. ഇന്നലെ മാത്രം 10,000-ഓളം സ്പോട്ട് ബുക്കിങ്ങുകൾ മാത്രം ഉണ്ടായിരുന്നു. അത് സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് 3-അംഗ കമ്മിറ്റിക്ക് കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗം തീരുമാനമെടുക്കുകയും അവ പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴിയും അല്ലാതെയും ശബരിമലയ്ക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം കണക്കാക്കിയ ശേഷമാണ് അവർ സ്പോട്ട് ബുക്കിങ്ങിന് അനുമതി നൽകുന്നത്. സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്നലെ 10,000-ഓളം കടന്നു എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ 20,000 വരെയാണ് സ്പോട്ട് ബുക്കിങ്ങിന് അനുമതി നൽകിയിരുന്നത്. ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ 3-അംഗ സമിതിയുടെ തീരുമാനപ്രകാരമായിരിക്കും ഈ സ്പോട്ട് ബുക്കിംഗ് തുടർന്നും നടക്കുക. അവർ ഇവിടെ എത്തുന്ന തിരക്കും അയ്യപ്പ ഭക്തരുടെ തിരക്ക് വിലയിരുത്തിയതിന് ശേഷമായിരിക്കും സ്പോട്ട് ബുക്കിങ്ങിന് കൂടുതൽ അനുമതി നൽകുക. എന്ന് തന്നെയായാലും ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും മഴ ഒരു വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. കൂടുതൽ അയ്യപ്പ ഭക്തർ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൂടുതൽ അയ്യപ്പ ഭക്തരാണ് ഇപ്പോഴും കൂടുതലായി ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സുഖദർശനം തന്നെ രാവിലെയും തുടരുന്നുണ്ട്. നമുക്കറിയാം, കൂടുതൽ അയ്യപ്പ ഭക്തരെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ വരുന്ന അയ്യപ്പ ഭക്തരുടെ തിരക്ക് കുറവായതിനാൽ തന്നെ സുഗമമായ ദർശനം എല്ലാവർക്കും സാധ്യമാവുകയാണ്. രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ശ്രദ്ധിക്കുക, ശബരിമലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക. അവിടുത്തെ തിക്കും തിരക്കും ഒക്കെ കണ്ടറിഞ്ഞ് വെർച്വൽ ക്യൂ ഒക്കെ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പോവുക. സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനം വന്നിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ശബരിമലയിലേക്ക് പോകാനും അതിന് തയ്യാറെടുക്കാനും. ഓരോ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളുണ്ട്. ശബരിമലയിൽ സംബന്ധിച്ചിടത്തോളം മറ്റ് പലതരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ നിലവിലുള്ളതാണ്. ഞാനെന്ന ഭാവം അഗ്നിയിൽ അർപ്പിച്ച് നിസ്വനായി മലയിറങ്ങുക എന്നത് ശബരിമലയിൽ എത്തിയിട്ടുള്ള അയ്യപ്പ ദർശനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ദർശനശേഷം നെയ്ത്തേങ്ങയുടെ ഒരു ഭാഗം 18-ാം പടിക്ക് സമീപം ജ്വലിക്കുന്ന ആഴിയിൽ ഹോമിക്കുന്നത് ഈ വിശ്വാസത്തിലുമാണ്. എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് അഗ്നി. നെയ് നിറച്ച നാളികേരം ജീവാത്മാവാണെന്നും നെയ് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുമ്പോൾ ജീവാത്മാവ് പരമാത്മാവായ അയ്യപ്പനിൽ ലയിക്കുന്നു എന്നുമാണ് വിശ്വാസം. നെയ് മാറ്റി നാളികേരം ആഴിയാകുന്ന ഹോമകുണ്ടത്തിൽ അർപ്പിക്കുന്നതോടെ അഹന്തയുടെ ജഡവും ഭസ്മീകരിക്കുന്നു. ഇതോടെ ഭക്തന്റെ അഹന്ത ഇല്ലാതാകുന്നു എന്നാണ് വിശ്വാസം.
18ാം പടിക്ക് വലതുവശത്തെ ആഴിയിൽ നട തുറന്ന ശേഷം മേൽശാന്തി അഗ്നി പകരുന്നതോടെയാണ് മണ്ഡല മകരവിളക്കു കാലത്തെ സ്വയം ശുദ്ധീകരണത്തിന് തുടക്കമാകുന്നത്. നെയ്യും തേങ്ങയും എരിയുമ്പോഴുള്ള പുക ശബരിമലയിലെ അന്തരീക്ഷത്തെ അണുവിമുക്തമാക്കി ശുദ്ധീകരിക്കുന്നുവെന്നും ശാസ്ത്രവും വിശ്വാസവും ഇഴപിരിഞ്ഞതാണ് ശബരീശ സന്നിധി. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം. നിത്യജീവിതത്തിൽ ഭഗവത്ഗീതയുടെ പ്രസക്തിയെക്കുറിച്ച് തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഏകദിന ആധ്യാത്മിക ശില്പശാല നടന്നു. സ്വാമി ശ്രീശക്തി ശാന്താനന്ദ മഹർഷി, യുവരാജ് ഗോകുൽ, ആത്മാനന്ദ് എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഗീതാ നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ ഗീതായനം 2025 സംഘടിപ്പിച്ചു. സ്വാമി ശ്രീശക്തി ശാന്താനന്ദ മഹർഷി, പൊതുപ്രവർത്തകൻ യുവരാജ് ഗോകുൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. ഭഗവത്ഗീത കൂടുതൽ മനസ്സിലാക്കി ഗീതയുടെ സന്ദേശങ്ങൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ലളിതമായ മാർഗങ്ങളാണ് ചെങ്കോട്ടുകോണം ആശ്രമത്തിലെ സ്വാമി ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി പകർന്നു നൽകിയത്. ഭഗവത്ഗീത സൂചിപ്പിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന് കർമ്മയോഗം, പിന്നൊന്ന് ഭക്തിയോഗം, ഇനി ഒന്ന് ജ്ഞാനയോഗം. ഇത്ര മാത്രം നമ്മൾ സാമാന്യമായി ആ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുക. ഭഗവത്ഗീത നിത്യജീവിതത്തിൽ, അതാണ് ഇവിടെ സബ്ജക്റ്റ്. നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഉള്ളിലുള്ളതേ പുറത്തുള്ളൂ, പുറത്തുള്ളതേ ഉള്ളിലുമുള്ളൂ. പുറവും ഉള്ളും എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല. യു ആർ എ യൂണിറ്റ് ഓഫ് ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിലെ ഒരു യൂണിറ്റാണ് നിങ്ങൾ. ഗീത എന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണെന്ന് യുവരാജ് ഗോകുൽ അഭിപ്രായപ്പെട്ടു. ഗീത എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിനെ അതുപോലെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. ശാസ്ത്രം വളരുന്നത് എപ്പോഴും മൂല്യബോധമുള്ള ജനങ്ങൾക്കിടയിലാണ്. മൂല്യബോധമില്ലാത്ത അരാജകവാദികളുടെ സമൂഹത്തിൽ ശാസ്ത്രം വളരില്ല. ബാലപ്രഭാഷകനായ ആത്മാനന്ദിന്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഐക്യം, ഗുരുശിഷ്യ ബന്ധം ഒരു ഹൃദയലയനം. നമ്മുടെ ഹൃദയങ്ങൾ ചേരുമ്പോഴാണ് നമുക്ക് സത്യത്തിലുള്ള ജ്ഞാനം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓം സഹനാവത് ചൊല്ലുന്നതിലൂടെ നമുക്ക് ആ തത്വം നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉറയ്ക്കാനും പിന്നെ ഗുരു പറയുന്നത് എന്തും അനുസരിച്ച് മുന്നേറാനും സാധിക്കുന്നു. ഭക്തിസാന്ദ്രമായ വചനയും നടന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവല്ല മാതാ അമൃതാനന്ദമയി മഠത്തിൽ സമൂഹ ലളിത സഹസ്രനാമ പാരായണ ജപയജ്ഞവും ശ്രീചക്ര പൂജയും അതിവിശിഷ്ടമായി നടന്നു. ആധ്യാത്മിക കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളിൽ സമൂഹ പ്രാർത്ഥനയും ജപവും ആരാധന രീതിയും കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ യജ്ഞത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2 മാസമായി ലളിതാ സഹസ്രനാമ പാരായണ ജപയജ്ഞം തിരുവല്ലയിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്തജന കൂട്ടായ്മകൾ നടത്തി വന്നിരുന്നു. ഈ യജ്ഞത്തിൻ്റെ സമാപന സമർപ്പണമാണ് ശ്രീചക്ര പൂജയോടെ സമാപിച്ചത്. ആറ്റുപുറത്തില്ലം ബ്രഹ്മശ്രീ പരമേശ്വരൻ പോറ്റി ശ്രീചക്ര പൂജയുടെ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു. പേർ ചേർന്ന് കൂട്ടമായി ലളിതാ സഹസ്രനാമം ജപിച്ചത് ഭക്തർക്ക് നവ്യാനുഭവം പകർന്നു. മാനസിക ദൗർബല്യങ്ങളെ അകറ്റി കരുത്തുറ്റ വ്യക്തികളാക്കി സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുക എന്നതാണ് മഠം ഉദ്ദേശിച്ചത്. സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവാനുഗ്രഹദ പഞ്ചകൃത്യാജാലന്തരസ്ഥിത. പരിപാടിയിൽ അമൃതാനന്ദമയി മഠം തിരുവല്ല മഠാധിപതി പൂജനീയ സ്വാമിനി ഭവ്യാമൃതപ്രാണ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര പിന്നണി ഗായികയും ആധ്യാത്മിക പ്രഭാഷകയുമായ ആലീസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സിന്ദൂരാരുണ വിഗ്രഹ
സിന്ദൂരം പോലെ ചുവന്ന വിഗ്രഹമായിട്ടുള്ളവളെ, സിന്ദൂരം പോലെ ചുവന്നവളെ, ത്രിനയന 3 കണ്ണുകളുള്ളവളെ. മാതാ അമൃതാനന്ദമയി സത്സംഗ സമിതി കാര്യദർശി പ്രേംകുമാർ, തിരുമൂലപുരം ഉണ്ണികൃഷ്ണൻ നായർ, മല്ലപ്പള്ളിയിലെ 30 ക്ഷേത്രങ്ങളിൽ നിന്നെത്തിയ ക്ഷേത്രഭരണ സമിതി അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. അന്നദാനത്തോടു കൂടിയാണ് ചടങ്ങുകൾ പൂർത്തിയായത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇനി ബിസിനസ് വാർത്തകൾ നോക്കാം. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, കഴിഞ്ഞ വാരം നഷ്ടത്തിലായിരുന്നു, ഈ ആഴ്ച എങ്ങനെ പ്രതീക്ഷിക്കാം? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഈ ഒരാഴ്ചയിലും വിപണിയിൽ നേട്ടം ആവർത്തിച്ചേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയും തുടർച്ചയായി വിപണിയിൽ നേട്ടം ആവർത്തിച്ചു. ഒട്ടേറെ ഘടകങ്ങൾ വിപണിയെ സ്വാധീനിക്കാറുണ്ട്. ആഗോളതലത്തിൽ ആഗോള വിപണിയിലെ നീക്കങ്ങൾ, ഉക്രൈൻ റഷ്യ സമാധാന കരാർ, ഒപ്പം ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാർ, ഇതെല്ലാം വിപണിയെ സ്വാധീനിക്കാൻ പോകുന്നതാണ്. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാറിൻ്റെ ഏകദേശം അനുകൂലമായ ഒരു സൂചനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനമോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ അടുത്ത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും നിർണായകം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇടിവ് തുടരുകയാണെങ്കിൽ തീർച്ചയായും അതും വിപണിയെ മുന്നോട്ട് നീക്കുന്നതിൽ സഹായിക്കും. ആഭ്യന്തര തലത്തിൽ എല്ലാ ഘടകങ്ങളും അനുകൂലം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അടിസ്ഥാന സാമ്പത്തിക ഡാറ്റ ആയ GDP ഡാറ്റ കഴിഞ്ഞ പദത്തിൽ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അത് മെച്ചപ്പെട്ടതായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ഘടകങ്ങളെല്ലാം അനുകൂലമായിരിക്കുന്നത് തന്നെ വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻനിര സൂചികയായി നിഫ്റ്റി 26,000 26,300 എന്ന നിലവാരത്തിനിടയിൽ നീങ്ങാനാണ് സാധ്യത. കാരണം ഇനി വിപണിയിലെ ഓരോ ഉയർച്ചയിലും സംഭവിക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാന ദിവസമായ വെള്ളിയാഴ്ച സംഭവിച്ച പോലെയുള്ള വിൽപ്പന തുടരാൻ സാധ്യതയുണ്ട്. നിക്ഷേപ ലാഭമെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു ഘടകം മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ ഘടകങ്ങളും അനുകൂലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേട്ടം ആവർത്തിച്ചേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. 26,200 എന്ന നിലവാരമാണ് ഇപ്പോൾ ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്നത്. അത് ഭേദിച്ചു കഴിഞ്ഞാൽ 26,300 നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. വലിയ തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കണം. ഈ ഒരാഴ്ച, ഈ ഒരു മാസത്തെ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ചരിത്രപ്രസിദ്ധമായ തൃശൂർ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ അന്യോന്യത്തിന് തുടക്കമായി. വേദസമ്പത്തുകളുമായി ബന്ധപ്പെട്ട നിലവറയാണ് അന്യോന്യം. വാമൊഴിയായി വേദങ്ങൾ തലമുറകൾക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്യോന്യം നടത്തുന്നത്. തൃശൂർ ജില്ലയിലെ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അന്യോന്യം നടക്കുന്നത്. ഏകാദശി, വാവ എന്നീ ഉപവാസ ദിനങ്ങൾ ഒഴിവാക്കി 8 ദിവസങ്ങളിലായിട്ടാണ് അന്യോന്യം നടക്കുക. മറ്റു 12 ദിവസങ്ങളിൽ ദേശീയ സെമിനാർ, ചർച്ചകൾ, പ്രഭാഷണങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളും നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ അടച്ചുകെട്ടിയ വേദിയിൽ അന്യോന്യം നടക്കുമ്പോൾ വേദചർച്ചകൾ പുറത്തു പോകാതിരിക്കാൻ പ്രദക്ഷിണ വഴിയിൽ നാമജപം നടത്തുമെന്നതാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള ചരിത്രം. കേരളീയ വൈദിക പാരമ്പര്യം സംരക്ഷിച്ചു പോരുന്ന അനന്യമായ രീതിയിലുള്ള ഋഗ്വേദാലാപന മത്സരമാണ് കടവല്ലൂർ അന്യോന്യം. ഓർമ്മശക്തി, സ്വരവൈദഗ്ധ്യം, അർത്ഥചിന്ത തുടങ്ങിയ വാമൊഴി പാരമ്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അനുഷ്ഠാന പാരമ്പര്യമെന്നും അന്യോന്യത്തെ പറയാം. അന്യോന്യം നടക്കുന്ന കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനും നിരവധി പ്രത്യേകതകളുണ്ട്. കടവല്ലൂരിലെ ശ്രീരാമസ്വാമിക്ക് 4 കോട്ടയം തിരുവാതുക്കലിൽ കൊലപാതകം. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. പുതുപ്പള്ളി തോട്ടയ്ക്കാട് സ്വദേശി ആദർശാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. കോട്ടയം നഗരസഭയിലെ മുൻ കോൺഗ്രസ് കൗൺസിലർ അനിൽകുമാർ, മകൻ അഭിജിത്ത് എന്നിവരാണ് കൊലപാതകം നടത്തിയതെന്നാണ് ആരോപണം. കോട്ടയം തിരുവാതുക്കൽ മാണിക്കുന്നത്ത് അനിൽകുമാറിൻ്റെ വീടിന് മുമ്പിലായിരുന്നു സംഭവം. കുത്തേറ്റ ആദർശിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. കോട്ടയം വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇനി കായിക വാർത്തകൾ നോക്കാം. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്ക് ഇന്ന് നിർണായകം. ദക്ഷിണാഫ്രിക്കയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 489 റൺസിന് മറുപടി ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ വിക്കറ്റ് നഷ്ടമാകാതെ 9 റൺസ് എന്ന നിലയിലാണ്. 7ാമതിറങ്ങിയ സിനുരൻ
മുത്തുസ്വാമിയുടെ കന്നി സെഞ്ചുറിയാണ് ദക്ഷിണാഫ്രിക്കയെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്. മാർക്കോ യാൻസനും മികച്ച പിന്തുണ നൽകിയിരുന്നു. ഇന്ത്യയ്ക്കായി കുൽദീപ് യാദവ് 4 വിക്കറ്റുകൾ വീഴ്ത്തി. KL രാഹുലും ജയ്സ്വാളുമാണ് ക്രീസിൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.